നമസ്കാരം, സുനിതാസ് മിസ്റ്റിക് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ലവ് റീഡിങ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ലവ് റീഡിങ് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ് കാണാം. എല്ലാവർക്കും പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. കാർഡ്സിൻ്റെ ഡീപ്പായിട്ട് എന്താ അർത്ഥങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിതൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാർഡ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വായിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം തുടങ്ങി ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ലാസ്റ്റ് കാർഡ് കാണുന്നില്ല അല്ലേ? ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് വെച്ചേക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിങ്സിലേക്ക് പോകാം കേട്ടോ. ഒരു സെക്കൻഡ്, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങാം. ലാസ്റ്റാണ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്ക് പിടിച്ച ടെൻഷൻ പിടിച്ച ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അതായത് കുടുംബത്തിൻ്റെ ഭാരമായാലും ജോലിയുടെ ഭാരമായാലും പഠിക്കുന്നവരാണെങ്കിൽ പഠിപ്പിൻ്റെ ഭാരം, അങ്ങനെ പലതരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് കൂടിക്കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഴയതുപോലെ നിങ്ങൾക്ക് പഴയതുപോലെ സന്തോഷം കിട്ടിയിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് അതെല്ലാം അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പോലും അറിയാണ്ട് തന്നെ ഒരു ഗൗരവമുള്ളൊരു ആളായിട്ട് മാറി. എന്നാൽ നിങ്ങളുടെ പഴയ നിങ്ങളെ ഇഷ്ടപ്പെടുകയും മിസ്സ് ചെയ്യുകയും ചെയ്യുന്ന, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് നിങ്ങൾ മറക്കാണ്ടിരിക്കുക, അവരെ അവഗണിക്കാണ്ടിരിക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ തമാശയും ലാളിത്യവും കൊണ്ടുവരേണ്ട സമയമാണിതെന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ പോലെ ആവുക. ഗൗരവമൊക്കെ കളഞ്ഞ് ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഹൃദയം തുറന്ന് ചിരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക, ഒന്ന് പുറത്തേക്കൊക്കെ പോവുക അവരെ ഒന്നിച്ചിട്ട്. അങ്ങനെയൊക്കെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഹീലർ. നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും സ്നേഹം ഒരു ഹീലറാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠമായൊരു ആത്മബന്ധത്തിൻ്റെ സൂചനയാണ് ട്വിൻ ഫ്ലെയിം. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളതോ ആയിട്ടുള്ളൊരു ശക്തമായ ആത്മബന്ധമാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഈ റിലേഷൻ ട്വിൻ ഫ്ലെയിം റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പെയിൻഫുള്ളുമാണ്, അതേസമയം നിങ്ങളുടെ സോളിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നതാണ്. അപ്പം നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വൈകാരികമായിട്ടായാലും ആത്മീയമായിട്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്വിൻ ഫ്ലെയിമിന് സാധിക്കുമെന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കുക. സന്തോഷത്തോടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ സമ്മതിക്കുക. സന്തോഷം ഒരു ലക്ഷറി അല്ല, മറിച്ച് അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. ഇപ്പം നിങ്ങളുടെ അവസ്ഥയെ എന്ത് തന്നെയായാലും
നമ്മൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷം കണ്ടെത്തുക. മറിച്ച് സന്തോഷം കണ്ടെത്തുക. ഓരോ ചെറിയ കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുകയും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോൺ ചെയ്യുക, ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ റീയൂണിയൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അതാ നിങ്ങളായിട്ട് ഒരു എന്താ പറയണത്, നിങ്ങൾ സെക്ഷലായിട്ട് റീയൂണിയനിലാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ആത്മീയമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടും അത് ഉണ്ടാവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് അദ്ദേഹത്തിന് നല്ലൊരു ആത്മബന്ധമാണ്, സ്നേഹത്തിൽ കൂടിയുള്ളൊരു ആത്മബന്ധമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ഓൾറെഡി നോ. നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ മാറ്റാൻ, നിങ്ങൾക്ക് എന്തോ കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങളതിന് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷൻ മാറ്റാനാണെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് നിങ്ങളുടെ ഹൃദയം അന്വേഷിക്കുന്ന നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് പറയാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അന്വേഷിക്കുന്ന വഴി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കുക. നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് സത്യം. അത് തന്നെയാണ് നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക്. അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെ ഒന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കോ നെഗറ്റീവ്സോ പോസിറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ.